മുഹമ്മദ് നിസാമിനെതിരെ കാപ്പ ചുമത്തുന്നത് വൈകുന്നു. പോലീസ് റിപ്പോർട്ട് നൽകി ദിവസങ്ങൾ കഴിഞ്ഞിട്ടും കളക്ടർ ഇക്കാര്യത്തിൽ തീരുമാനമെടുത്തിട്ടില്ല. കേസിൽ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായി അഡ്വക്കേറ്റ് ഉദയഭാനുവിനെ നിയമിക്കുന്ന കാര്യവും അനന്തമായി നീളുകയാണ്. അതേസമയം നിസാമിന്റെ ജാമ്യാപേക്ഷ തൃശൂർ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ഇന്ന് പരിഗണിക്കും. നിസാമിനെതിരെ ഗുണ്ടാ നിയമപ്രകാരം കേസെടുക്കുന്നതിനായി പോലീസ് തിങ്കളാഴ്ച തന്നെ റിപ്പോർട്ട് കളക്ടർക്ക് സമർപ്പിച്ചിരുന്നു. കാപ്പ ചുമത്തുന്നത് സംബന്ധിച്ച് 3 ദിവസത്തിനകം തീരുമാനമെടുക്കാമെന്ന് കളക്ടർ ഉറപ്പു നൽകുകയും ചെയ്തു. എന്നാൽ പറഞ്ഞ സമയം കഴിഞ്ഞിട്ടും ഇക്കാര്യത്തിൽ ഇതുവരെയും തീരുമാനമായിട്ടില്ല. നിയമോപദേശം ലഭിച്ച ശേഷം കാപ്പ ചുമത്തുന്നത് ആലോചിക്കാമെന്നാണ് കളക്ടറുടെ ഇപ്പോഴത്തെ നിലപാട്. കാപ്പ റിപ്പോർട്ട് തയ്യാറാക്കുന്നതിൽ നേരത്തെ പോലീസും വീഴ്ച വരുത്തിയിരുന്നു. കാപ്പ ചുമത്താൻ വൈകുന്നത് നിസാമിന് ജാമ്യം ലഭിക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുമെന്ന് നിയമവിദഗ്ധർ പറയുന്നു. ഇതോടൊപ്പം ചന്ദ്രബോസിന്റെ വീട് സന്ദർശിച്ച വേളയിൽ ആഭ്യന്തരമന്ത്രി പ്രഖ്യാപിച്ച സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ നിയമനവും വൈകുകയാണ്. അഡ്വക്കേറ്റ് ഉദയഭാനുവിനെ നിയമിക്കുവാൻ തീരുമാനിച്ചെങ്കിലും ഇത് സംബന്ധിച്ചുള്ള സർക്കാർ തീരുമാനം വന്നിട്ടില്ല. കേസിനെ ദുർബലപ്പെടുത്താനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി അഡ്വക്കേറ്റ് ഉദയഭാനുവിന്റെ നിയമനവും വൈകിപ്പിക്കുന്നുവെന്നാണ് ആക്ഷേപം. ശ്യാമാലഞ്ചേരി, റിപ്പോർട്ടർ, തൃശൂർ.